തീയെ അഗ്നിയെ വെള്ളം എങ്ങനെയാണോ അണക്കുക, കെടുത്തിക്കളയാൻ, അതുപോലെ മനുഷ്യന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ അല്ലെങ്കിൽ കെടുത്തിക്കളയാൻ സ്വതക്കകൾക്ക് സാധിക്കുന്നു, ദാനധർമ്മങ്ങൾക്ക് സാധിക്കുന്നു. നമ്മുടെ പാപങ്ങൾ പുറത്തു കൂട്ടാൻ ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അമലായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ദാനധർമ്മം എന്നുള്ളത്. സ്വതക്ക നിർബന്ധമായ സ്വതക്കകളുണ്ട്, സുന്നത്തായ സ്വതക്കകളുണ്ട്, കറാഹത്തായതുണ്ട്, ഹറാമായതുണ്ട്. ഇബാദത്തുകൾ എല്ലാ ഇബാദത്തുകളെ പോലെ തന്നെയാണ്. നിർബന്ധമായ സ്വതക്കയാണ് നമ്മൾ നൽകുന്ന സക്കാത്ത് എന്നുള്ളത്. നമ്മൾ ചെയ്ത എന്ത് പാപമുണ്ടോ ആ പാപങ്ങൾക്കൊക്കെ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ആ പാപങ്ങൾ പൊറുപ്പിക്കാനത് കഴിയുന്നതാണ്. തബൂക്ക് യുദ്ധത്തിൽ പോകുന്ന സമയത്ത് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ പേരിൽ 50 ദിവസത്തോളം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ആരും മിണ്ടിയില്ല, മുഖത്ത് പോലും നോക്കിയിട്ടില്ല. വല്ലാത്തൊരു സങ്കടം ഒരു സ്വഹാബിക്ക് ഉണ്ടാകുന്ന വലിയ സങ്കടം. പിന്നെന്താ, പള്ളിയിൽ വന്ന റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി സലാം പറഞ്ഞാൽ പോലും റസൂലുള്ളാഹി സലാം അടക്കുന്നത് പോലും എനിക്ക് കേൾക്കാൻ കഴിയില്ല. അത്രക്ക് ബഹിഷ്കരണം. എത്രത്തോളം അവസാനം ചില സമയങ്ങളിൽ റസൂലുള്ളാഹി പറഞ്ഞു, കഅബ് തങ്ങളുടെ ഭാര്യയോട് പോലും അവിടത്തോട് മിണ്ടാതെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയണം. വേറെ ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു, 3 സ്വഹാബികൾ. ആ പ്രയാസഘട്ടത്തിൽ അവസാനം 50ാമത്തെ ദിവസം പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹുവിന്റെ തൗബ സ്വീകരിച്ച സന്തോഷ വാർത്ത റസൂലുള്ളാഹി കഅബ് തങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. കഅബ് തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട്, നബിയെ, എന്റെ തൗബയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി, എന്റെ മുഴുവൻ സമ്പത്തും അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും വേണ്ടി ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കഅബ് തങ്ങളെ മുഴുവൻ കൊടുക്കണ്ട, നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായത് അവിടെ വെക്കണം. എന്നാൽ ഖൈബറിന്റെ ആ വിഹിതം മാത്രം ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കി എന്റെ സ്വത്ത് മുഴുവൻ ഈ തൗബക്ക് വേണ്ടി ഞാൻ സ്വതക്ക കൊടുക്കുന്നു. ആദ്യം അവനവന്റെ വീട്ടിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. വീട്ടിൽ കൊടുക്കാൻ നാട്ടിൽ കൊടുത്തിട്ട് കാര്യമില്ല. നാട്ടിൽ വീട്ടുകാരെ കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് കൊടുക്കണം, കുടുംബക്കാർക്ക് കൊടുക്കണം. കുടുംബക്കാർക്ക് കൊടുക്കുന്ന സ്വതക്കാണ് ഏറ്റവും അഫ്ളലായ സ്വതക്ക. പിന്നെ നാട്ടിൽ കൊടുക്കണം. നാട് കഴിഞ്ഞിട്ടാണ് പുറത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് സക്കാത്തൊക്കെ നാട്ടിൽ കൊടുക്കലാണ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് മുഅ്തമദായ അഭിപ്രായം. എന്തുകൊണ്ടാ? നാടും വീടൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വതക്കൾ പുറത്തേക്ക് പോവേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട സംഗതികളെ നമ്മൾ ചേർത്തി വെക്കുക തന്നെ വേണം. നമ്മുടെ പാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി കൂടിയാണ്. അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഒരു വിഷയം ഉണ്ടാവുമ്പോ നമ്മളോട് സഹകരിച്ചില്ല, ചില കമ്മിറ്റി വിഷയങ്ങളിലൊക്കെ ഇന്ന കമ്മിറ്റിയിൽ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ സമ്പത്ത് കൊടുക്കൂല, അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം സമ്പത്ത് കൊടുക്കൽ നമ്മുടെ വിഷയമാണ്. അത് നമ്മുടെ സമ്പത്ത് ക്ലിയർ ചെയ്യാനുള്ളതാണ്. അത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി എന്നോട് സഹകരിച്ചില്ല, എന്റെ കാര്യങ്ങൾ റെഡിയാക്കിയില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് സ്വതക്ക കൊടുക്കൂല, അങ്ങനത്തെ ഒരു സ്വതക്ക ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാം പറയുന്ന സ്വതക്ക നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ളതാണ്. അത് ഇഖ്ലാസോടെ കൊടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്ത് ശുദ്ധമാക്കുകയും അതോടൊപ്പം പാപങ്ങൾ കഴുകിക്കളയും വേണം. അത്ര ഇഖ്ലാസ് ഉള്ള വലിയ അമലാണ് സ്വതക്ക എന്നുള്ളത്. ഏത് വിഷയം എടുത്ത് നോക്കിയാലും സ്വതക്ക കണക്റ്റഡ് ആയിട്ടുള്ള ഇബാദത്തുകളാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അത്തരം ഇഖ്ലാസ് ഉള്ള അമലായി സ്വതക്കയെ മാറ്റാനും അതുവഴി നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുമുള്ള സ്വതക്കളായി നമ്മുടെ ദാനധർമ്മങ്ങളെ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ.